2019 അധികാരത്തിൽ തിരിച്ചു വന്ന ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കോവിഡ് എന്ന രോഗം ബാധിച്ച അവസ്ഥയായിരുന്നു. ലോകം മുഴുവൻ അടച്ചുപൂട്ടി. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച വിധം നമ്മുടെ സാമ്പത്തിക വികസനം 2-3 വർഷത്തേക്ക് നടന്നില്ല. അത് ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ വളരെ എതിരായിട്ട് ബാധിക്കുകയുണ്ടായി. എന്നാൽ 2024 ശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ കോവിഡിനേക്കാൾ ഏറെ എന്ന് പറയേണ്ടി വരും 4 വർഷത്തേക്ക് അധികാരത്തിലേക്ക് വന്നിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ചെയ്തികളാണ്. ഏതാണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും ഒന്നും പ്രവചിക്കാനോ അത് എപ്പോൾ ചെയ്യുമെന്ന് അറിയാനോ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഗൾഫ് മേഖലയിലെ യുദ്ധം, അത് ഓരോ ദിവസവും നടത്തുന്ന പ്രസ്താവനകളും പലപ്പോഴും ഉണ്ടാകുന്ന നടപടികളും ലോകത്തെ മുഴുവൻ ഒരു ഡിപ്രഷനിലേക്ക് തന്നെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഓയിൽ പ്രൈസിൻ്റെ വ്യത്യാസം, അതുപോലെ LPG ഒക്കെ കിട്ടുവാനുള്ള ബുദ്ധിമുട്ടുകൾ, സപ്ലൈ ലൈൻ ആയിട്ടുള്ള വളരെയധികം കാര്യങ്ങൾ, അത് മെഡിസിനെ പോലും ബാധിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അത് ബാധിച്ചിരിക്കുകയാണ്. അതുപോലെ ട്രേഡ് ഡിസ്റപ്ഷൻസ്, ഇതുപോലെ ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് ഉണ്ടാകുന്നത്, കാരണം സപ്ലൈ ശരിയായിട്ട് കിട്ടുന്നില്ല, വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള സാധനങ്ങൾ കയറ്റി അയക്കാനായിട്ട് സാധിക്കുന്നില്ല, നമ്മുടെ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഡിപ്രിസിയേഷൻ, അതുപോലെ ഫൈനാൻഷ്യൽ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി, സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ്, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ലോകത്തിൻ്റെ മറ്റ് മേഖലകളിൽ പലതും, ഇപ്പോൾ യുക്രൈൻ യുദ്ധവും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും മറ്റ് മേഖലകളിൽ പലതും ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് നമ്മൾ ഓയിൽ 70% ഡിപ്പെൻഡ് ചെയ്തിരുന്നൊരു മേഖല, ആ മേഖലയെ ബാധിച്ചിരിക്കുന്നു. അത് LPG 70% ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മേഖലയെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് LPGയെ കാര്യമായിട്ട് ബാധിച്ചിരിക്കുന്നു. ഓയിൽ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയെ ബാധിച്ചിരിക്കുന്നു. നമ്മുടെ എക്സ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നൊരു മേഖലയെ ബാധിച്ചിരിക്കുന്നു. അവിടെ ഇന്ത്യക്കാർ ഒക്കെ ഉണ്ടായിരുന്ന ഷിപ്സ്, ഇപ്പോൾ 3 കപ്പലിനായി അമേരിക്കക്കാർ ആക്രമണം നടത്തുന്നത്, അതിൽ 6-ലധികം ഇന്ത്യക്കാർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിത്തിൻ ഇന്ത്യ, ഇപ്പോൾ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, ചില സാധനങ്ങളുടെ കൺസംഷനും ഒക്കെ റെഡ്യൂസ് ചെയ്യണം. പ്രധാനമായിട്ടും ഓയിലിൻ്റെ ഇമ്പോർട്ടൊക്കെ കുറയ്ക്കുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഗോൾഡിൻ്റെ ഇമ്പോർട്ട് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം കൂടുതൽ വികസിപ്പിക്കാനായിട്ട് അതിനുള്ള കുറേയധികം കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യൻ എക്കോണമി തന്നെ 4ാം സ്ഥാനത്തെത്തിയതും, അതല്ലെങ്കിൽ ഇന്ത്യൻ ഓഹരി വിപണി ഒക്കെ ഇപ്പോൾ താഴോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യം കുറഞ്ഞതാണ്. അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചില രാജ്യങ്ങൾ, ഇപ്പോൾ തൈവാൻ പോലുള്ള രാജ്യങ്ങളിൽ ഒരൊറ്റ കമ്പനിയുടെ പ്രവർത്തനം കൊണ്ട് അവരുടെ ഓഹരി വിപണി മൂല്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അത് സെമി കണ്ടക്ടർ മേഖലയാണ്. ആ സെമി കണ്ടക്ടർ മേഖലയിലേക്ക് ഇന്ത്യ വികസിച്ച് വരുന്നതേയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രംഗങ്ങളിലുണ്ടാകുന്ന വർധനവ്, ഇതൊക്കെ കൊണ്ട് ഇന്ത്യക്ക് വീണ്ടും അത് തിരിച്ചു പിടിക്കാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ ഇന്ത്യയിലെ എംപ്ലോയ്മെൻറ്റ്, ആ എംപ്ലോയ്മെൻറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന 4 കോഡുകളിൽ, അതനുസരിച്ച് ഓരോ കോഡുകളും അനുസരിച്ച് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ, ലേബറിന് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ നിർബന്ധിതമായിട്ടും കിട്ടേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ കേരളം, തമിഴ്നാട് പോലെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നുമൊക്കെ വന്നിരുന്ന വളരെയധികം തൊഴിലാളികൾ, ഇപ്പോൾ അതിൽ നല്ലൊരു ഭാഗം ബംഗ്ലാദേശിൽ നിന്നായിരുന്നു എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് വരാൻ പറ്റാത്തത്, കാരണം ബംഗ്ലാദേശിലേക്ക് പോയവർ തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ തന്നെ ആയിട്ടുണ്ട്. അത് തിരിച്ചും നമ്മൾ ഇവിടെ തന്നെ അങ്ങോട്ട് കയറ്റി വിടേണ്ടവരായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് തന്നെ. അതോടൊപ്പം ഇവിടെയുള്ള ആൾക്കാർക്ക് മാനുവൽ ലേബർ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിനുള്ള മടി, അതുകൊണ്ട് ഇത്തരം തൊഴിലുകളിലേക്ക് ആളുകളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാനുവൽ ലേബറിന് അതിൻ്റെ മേഖലകളിൽ അതിനെ ബാധിക്കുന്നത് റെസ്റ്റോറൻറ്റുകൾ മുതൽ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന വിധത്തിലേക്ക് അതിനെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ മലയാളികൾ
കുറേശ്ശെയായി കൂടുതൽ പണം കിട്ടുന്ന വിധത്തിൽ ഇത്തരം മേഖലയിലേക്ക് ജോലി ചെയ്യാൻ ഇറങ്ങി വരും. അതായിരിക്കും ഇനി സംഭവിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൂടുതൽ പണം കിട്ടുമ്പോൾ, ഇപ്പോൾ ഒരു ക്ലാർക്കിന് ഒരു മാസം 30,000-ഓ 35,000-ഓ രൂപ കിട്ടാൽ, എന്നാൽ അതിന് ഉപരിയായിട്ട് ഒരു മാനുവൽ ലേബർ ചെയ്യുന്ന ആൾക്ക് 50,000-ഉം 60,000-ഉം 1,000 രൂപയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതോടൊപ്പം ഒരു ജീവിത സുരക്ഷാ സമ്പ്രദായവും കൂടി ഉറപ്പാക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു തൊഴിൽ പ്രിഫറൻസിൻ്റെ ആ സമ്പ്രദായത്തിന് ചിലപ്പോൾ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്ന് തോന്നുന്നു. അതല്ലാതെ നമ്മുടെ പ്രത്യേകിച്ച് സ്റ്റേറ്റ് എക്കോണമി നിലനിൽക്കുന്നതിന് വളരെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അനുഭവപ്പെടും. അതിൽ നിന്നുള്ള മാറ്റങ്ങളിലേക്ക് കൂടി ഒരുപക്ഷെ ഈ യുദ്ധം വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിന് ഇടവരുത്താൻ ഇടയാകും. അതുപോലെ ബംഗാളിൽ നടന്ന ഇലക്ഷനും അതിന് കാരണമായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൂടാതെ വ്യാപകമായി നമ്മൾ കാണുന്നത് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന ബംഗാളികൾ എന്ന് പറയുന്ന പലരും അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളാണ് അല്ലെങ്കിൽ രോഹിംഗ്യകളാണ് എന്ന് സംശയിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും അവരുടെ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒരു കാരണവശാലും ഒരു അനധികൃത ബംഗ്ലാദേശിയോ രോഹിംഗ്യനോ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല. അത് രാഷ്ട്രത്തിന് ഭീഷണിയാണ്. നമ്മൾ കണ്ടതാണ്, ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ഒരാൾ വളരെയധികം പോസ്റ്റുകളൊക്കെ ഇട്ട് അയാളിപ്പോൾ പിടിക്കാനായിട്ട് അയാൾ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോയി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 100 കണക്കിന് പേരെയാണ് പരിശോധിക്കാനുള്ളത്. ഇതിൽ പലർക്കും ഒരു വിഷമം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മാനുവൽ ലേബർ ചെയ്യാൻ അവരെ കിട്ടുന്നത് കൊണ്ട് അവരെ കാണിച്ചു കൊടുക്കാനോ അവരെ സംശയിക്കാനോ പലർക്കും മടിയാണ്. പക്ഷേ ആത്യന്തികമായി നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ സ്വയം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അപകടങ്ങൾ വരുത്തി വയ്ക്കും. അതുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് കൂടി എനിക്ക് പറയാനുണ്ട്.